ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ്. അപേക്ഷയുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള അപേക്ഷയുടെ സ്റ്റാറ്റസ് ജൂലൈ 28, അതായത് ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷം പ്രസിദ്ധീകരിക്കുന്നതാണ്. അപേക്ഷയുടെ പരിശോധനയിൽ എന്തെങ്കിലും തെറ്റ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ അത് കാണിക്കും. അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള രേഖകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിനുവേണ്ടി ഒരു ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ടാകും, കാൻഡിഡേറ്റ് പോർട്ടലിൽ നൽകിയിട്ടുണ്ടാകും. ഓക്കെ, ഇനി അക്കാദമിക് വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതുമാണ്. കൺഫേം ബട്ടൺ വന്നവർ കൺഫേം ബട്ടൺ കൊടുക്കുക. ഇനി റാങ്ക് ലിസ്റ്റ് വരുന്നതിന് ശേഷം നിങ്ങൾക്കൊരിക്കലും മാർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കുട്ടികൾ ചോദിച്ചതാണ് മാർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. മാർക്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെയും എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് റീ അപ്ലോഡ് ചെയ്യാൻ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ തെറ്റായിട്ടുള്ള മാർക്ക് ഏതാണ്, സബ്ജക്റ്റ് ഏതിലതാണ് തെറ്റിപ്പോയത്, ഇതെല്ലാം നോക്കി വെച്ചിട്ട് കറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി റെഡിയായി ഇരിക്കുക. 7 മണിക്ക് ശേഷം പുതിയ അപ്ഡേറ്റ് വരുന്നതായിരിക്കും കേട്ടോ. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. അവർ അലോട്ട്മെൻറ്റിൽ പുറത്താവുക തന്നെ ചെയ്യുന്നതുമായിരിക്കും കേട്ടോ. ഇനി SC/ST സ്റ്റുഡൻസിനാണെങ്കിൽ അപേക്ഷകരുടെ സമുദായ സർട്ടിഫിക്കറ്റുകളിലെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പരിഹരിച്ചില്ലെങ്കിൽ അപേക്ഷ നിരസിക്കുന്നതാണ്. ഓക്കെ, പിന്നീട് LBSൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല. പിന്നെ ഈ വർഷം നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.